ദിലീപ് നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് ഇഫ് യു ആസ്ക് മീ, യെസ്. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഈ പേഴ്സണലി അയാളോട് ഞാൻ ഡീൽ ചെയ്ത ഒരാളെന്നുള്ളതിൽ പറയുകയാണ്. അങ്ങനെയുള്ള കൃത്യമൊന്നും അയാൾ ചെയ്യാൻ വഴിയില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഐ ബിലീവ് they cannot punish him because there is no proof. There is as long as there is no proof, it is not punishable. ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ? ഒരേ സമയത്ത് പിന്നെ ഫോണിൻ്റെ ടവറിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ? ടവറിൻ്റെ കീഴിൽ എത്രയോ പേര് വരും. പിന്നെ ഒരു പച്ചക്കള്ളം പോലീസ് അന്ന് പരത്തി. ഞാൻ അതുകൊണ്ട് പറയുകയാണ് അൺട്രൂ ആണെന്ന്. പോലീസ് പരത്തിയ ഒരു പച്ചക്കള്ളം എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പിന്നെ സുനി എന്ന് പറയുന്നത്, പൾസ് സുനി എന്ന് പറയുന്നവൻ അവിടെ വന്നെന്നും അവിടുത്തെ എല്ലാവരുടെയും ഡാളിങ് ആയിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു റൈറ്റപ്പ് വന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് പറഞ്ഞു, ഇയാൾ പോയിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കൂ, ഇങ്ങനെ ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ടോ. എന്തായാലും എൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ അവിടെ. ഇവിടെ പറഞ്ഞു നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീട്ടിലാണ്, അതിന് ചുറ്റും മതിലൊക്കെ ഉള്ളതാണ്. അതിനകത്തോട്ട് നമ്മൾ വിടുന്ന ആൾ അല്ലാതെ ഒരാളിനെ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുത്തൻ അവിടെ വന്നിട്ടേ ഇല്ല. ഇറ്റ് ഈസ് എ ഫേക്ക് സ്റ്റോറി, പ്ലാന്റഡ്. ഞാൻ പറഞ്ഞു വൈ ഡോണ്ട് യു ഗോ ആൻഡ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്. ഐ കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് യു ആർ പ്രൊഡക്ഷൻ മാനേജർ, യു ആർ നോ പ്യുവർ നോളജ് അബൌട്ട് ഇറ്റ്. അയാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞു, അതേ എന്നോട് പലരും ഉപദേശിച്ചു, അത് പോയി കഴിഞ്ഞാൽ പോലീസുകാർ പിന്നെ നമ്മുടെ പുറകെ വരും, പേടിച്ചിട്ടാണ്. ഞാൻ പിന്നെ പ്രസ് ചെയ്തില്ല, ശല്യം വേണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഓരോ കഥകളാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് എനിക്കറിയാവുന്നൊരു കേസായി പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉദാഹരണമായി പറഞ്ഞത്, there have been fake charges. You cannot punish somebody like that. Fortunately, the law is looking for evidence. അപ്പോൾ ഈ ഡ്രഗിൻ്റെ ഒക്കെ ഒരു യൂസേജ് ഒക്കെ ഫിലിമിൽ പോർട്രേ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വൈസ് ഒക്കെ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ സാർ? എനിക്ക് അതിനെ പറ്റി കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. നോ, ഇറ്റ്സ് നോട്ട് മൈ ഏരിയ. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ സെൻസർഷിപ്പ് വേണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ സ്വയം സെൻസർ ചെയ്യുന്നുണ്ട്. എല്ലാം ഈ ഒരു സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സെൽഫ് സെൻസറിങ് ഉണ്ട്. അതിന് മുകളിൽ കൂടെ ഒരു സെൻസറിങ് വേണ്ടെന്ന് ഞാൻ പറയുന്നത്. സോ യു ആർ എ കോൺഷ്യൻഷ്യസ് പേഴ്സൺ. വൈ ഷുഡ് സംബഡി എൽസ് കം ആൻഡ് സെൻസർ വാട്ട് യു ആർ സെയിങ്? അതിനാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, എല്ലാവരെയും അങ്ങ് ഊരി വിട്ടേക്കാനല്ല പറയുന്നത്. എന്തും കാണിച്ചോട്ടെ അങ്ങനല്ല പറയുന്നതിൻ്റെ അർത്ഥം. അതെ, എന്തും കാണിക്കാമെന്നുള്ള അർത്ഥമല്ല. അങ്ങനെ ഒരു സർവ്വതന്ത്ര സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നമുക്ക്. ദർ ആർ ലിമിറ്റ്സ് അബൌട്ട് യുവർ ഫ്രീഡം. എൻ്റെ മൂക്ക് വേറെയുള്ള തട്ടിപ്പോൾ അവിടെ അവസാനിക്കുക എൻ്റെ ഫ്രീഡം ഇല്ലേ? അതിനപ്പുറത്തോട്ട് നമ്മുടെ ഫ്രീഡം ഇല്ല. വേറെ ആളുടെ സ്വകാര്യതയിലോട്ട് കയറാൻ നമുക്ക് ഫ്രീഡം ഇല്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ is within the confines, not without limits. ഒന്നുമില്ല. കൂടുതലും ഇന്ത്യയിലെ എല്ലാ സിനിമകളിലും ഒരു പൊളിറ്റിസൈസിങ് ആയിട്ടുള്ള ഒരു കമന്റ്സ് വരുന്നുണ്ടല്ലോ. സിനിമ ആ ഒരു ക്രിയേറ്റീവ് സൈഡ് നോക്കാണ്ട് സബ്ജക്റ്റ് വൈസ് ഒരു ആക്ടറിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ. അത് അറിവില്ലായ്മ കൊണ്ടാണ് ഈ ആക്ടറെ ടാർഗറ്റ് ചെയ്യുന്നത്. അറിവില്ലായ്മ. അവർ വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നതല്ലേ, അത് അയാൾ സ്വയം ചെയ്യുന്നതല്ലല്ലോ. ഇത് പിന്നെ എൻ.ടി. രാമറാവ് ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ശ്രീകൃഷ്ണൻ അല്ലല്ലോ, ആണോ? അത് തമ്മിൽ മിക്സ് ചെയ്ത് പോകുന്നതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ്. അതൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് അങ്ങനെ ചെയ്യുന്നത്, നോട്ട് എ ലിറ്ററേറ്റ് പബ്ലിക്. നമ്മൾ നാടകത്തിൽ ഒരാളെ മരിച്ചു വീഴാനായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഓരോ തവണയൊക്കെ മരിച്ചു വീഴാൻ പറ്റുമോ? സോ ഇറ്റ് ഈസ് ഓൺലി ബീങ് എനാക്റ്റഡ്. ആൻഡ് കാണുന്നവർ അത് കണ്ട് സങ്കടം വരുന്നു. ആ സിറ്റുവേഷനിൽ ഇത് കാണുമ്പോൾ സങ്കടം വരുന്നു. പക്ഷേ അതേസമയം സങ്കടം കാണുമ്പോഴും നമുക്ക് there is a distancing between your emotional makeup and your own logic and reality. Sir, ഇതിന് മുന്നേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത് ONB അവാർഡ് വൈരമുത്തുവിന് കൊടുത്തപ്പോഴായിരുന്നു.
അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ കല ആർട്ടിസ്റ്റിനെയും അയാളുടെ ക്രിയേറ്റീവ് പ്രോഡക്റ്റിനെയും രണ്ടായി കാണേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം. സാറ് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിക്കല്ല അവാർഡ്, അദ്ദേഹം വൈരമുത്തു എന്നുള്ള ആർട്ടിസ്റ്റിനാണ് അവാർഡ്. ഇത് രണ്ടാണോ ശരിക്കും? ഇല്ല, ഒരു വ്യക്തിയെ വെച്ചിട്ട് ഒരു അയാളുടെ വർക്കിനെ ഒരിക്കലും ചങ്ങമ്പുഴ ലീവ്ഡ് എ ടെറിബിളി ബാഡ് ലൈഫ്, ടെറിബിളി എന്താ പറയുന്നത്, ലിമിറ്റ്ലെസ് ലൈഫ്, യാതൊരു ഇതിനൊന്നും അല്ലാത്ത. ചങ്ങമ്പുഴയുടെ കവിത അത്രമാത്രം മനോഹരമാണ്. ക്യാൻ യു എവർ തിങ്ക് അബൌട്ട് മലയാളത്തിൽ കവിത എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതേസമയം വളരെ ഓസ്റ്ററായിട്ട് വളരെ കൃത്യമായിട്ട് ജീവിച്ച ആളാണ് ഒ എൻ വി സാറ്. സാറിൻ്റെ കവിതയും വളരെ മഹത്താണ്. പക്ഷേ യു ഹാവ് ടു സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ദി പേഴ്സൺ. സംശയം എന്താ? ഒരുപാട് വളരെ നാസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വളരെ ഗ്രേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സംശയം എന്താ വെച്ചാൽ സിനിമ പോലെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിന്റ് ചെയ്യുന്ന, ഇപ്പൊ പിക്കാസോ പോലെ ഒരാളെ പോലെയല്ല ഒരു സിനിമ ഫീൽഡിലുള്ള ഒരാള്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിന്റർക്ക് കൊടുക്കുന്ന ഫ്രീഡം സിനിമ ഫീൽഡിൽ ഒരാൾക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഇത് രണ്ടായി കാണേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് സിനിമയ്ക്ക് ആ ഒരു ലിബർട്ടി ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്. സിനിമ ഒരു ക്രിയേറ്റീവ് വർക്കാണെങ്കിൽ പലപ്പോഴും ക്രിയേറ്റീവ് അല്ല. ഇറ്റ്സ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് ഈസ് ലോത്സം. ഹൗ ക്യാൻ ഹി ബി ഗിവൺ ദി ക്രിയേറ്റിവിറ്റി, ദാറ്റ് ലൈസൻസ് ഫോർ ദാറ്റ് ക്രിയേറ്റിവിറ്റി തിങ്? ക്രിയേറ്റീവാണ് അയാളുടെ വർക്കെങ്കിൽ മാത്രമേ അതിനൊക്കെ കൺസിഡർ നോക്കുള്ളൂ. അയാൾ ഒരുപാട് തല്ലുപൊളി സിനിമകൾ വരുന്നുണ്ട്. അവരുടെ എല്ലാം ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ പടങ്ങൾ എടുക്കുന്നുണ്ട്. As an artist, you have a certain commitment. First to your work and then to your people around, your society. നമ്മുടെയൊക്കെ മനസ്സിൽ സാറിന്റെ ഫിലിമിൽ ഒരു ഹീറോ ആയിട്ട് ദിലീപിനെ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്തൊരു മുഖമാണ്. അതെ, നമ്മൾ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഒരു ചോയ്സ്. എന്താണ് എനിക്ക് അങ്ങനെ ഒരാളിനെ ആയിട്ട് വേണ്ടിയിരുന്നത് ആ റോളിൽ പ്ലേ ചെയ്യാനായിട്ട്. അയാളെ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ദിലീപിനെതിരെ ഈ പീഡനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് വളരെ അയാൾക്കെതിരായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ പോയത് വളരെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വേർ ഇസ് ദി പ്രൂഫ് ദാറ്റ് ഹി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്? മനസ്സിൽ ഏറ്റവും അപ്രിസിയേഷൻ തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആരായിരിക്കും? BK നായർ. നിങ്ങൾ അങ്ങനെ അറിയത്തില്ല. BK നായർ എൻ്റെ പടത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം പ്രൊഫഷണലി യുഎസ് എ ഫോട്ടോഗ്രാഫർ, ചിറയൻകീഴിൽ. ശങ്കരപിള്ള സാറിൻ്റെയൊക്കെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു. നേരത്തെയൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിരുന്നു. ശങ്കരപിള്ള സാറിൻ്റെ ഒരു നാടകത്തിലാണ് ഞാൻ പുള്ളിയെ കണ്ടെത്തിയത്. അങ്ങനെ ഞാൻ കാസ്റ്റ് ചെയ്തത്. എൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ട്. അദ്ദേഹം മരിക്കുന്നത് വരെയുണ്ട്. അദ്ദേഹം മരിക്കുന്നത് എനിക്ക് സുകുമാരൻ നേരെ മറ്റോ അങ്ങനെ അവതരിപ്പിക്കാനായിട്ട് പോയി കാണാൻ പോയി. അപ്പോൾ അങ്ങനെ ചോദിച്ചു, അടൂരിൻ്റെ എഴുത്തുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളോട് വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരാക്ടറേ ഉള്ളൂ. എൻ്റെ പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബട്ട് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ആളാണ്. നരിമാരിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് കാവ്യ. കാവ്യയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ പിന്നെയും എന്ന് പറഞ്ഞ പടത്തിൽ. അത്രയും വെറൈറ്റിയുള്ള റോള്, അത്രയും വെറൈറ്റിയുള്ള സിറ്റുവേഷൻസൊക്കെ കിട്ടിയൊരു ചാൻസ് ഒരു ആക്ടർക്ക് അപൂർവമായിട്ട് കിട്ടുന്നത്. അങ്ങനെ അവളുടെ ഹസ്ബൻഡിൻ്റെ അവരുടെ ഭർത്താവിൻ്റെ കഥയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. തീർന്നു വന്നപ്പോൾ അവരുടേതായി മാറി. അങ്ങനെ മാറിയത് ട്രാൻസ്ഫോർമേഷൻ. ക്യാരക്ടേഴ്സ് വിൽ ടേക്ക് ഓവർ. യു ഇൻട്രൊഡ്യൂസ് സിറ്റുവേഷൻസ് ഇൻ ഇറ്റ് ഗോസ്. ഇറ്റ്സ് എൻ ഓർഗാനിക് ഗ്രോത്ത്. സർ, ഇതിന്ന് മാറി എന്നിട്ടൊന്നും ചോദിച്ചാൽ താങ്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് സംഘപരിവാർ പൊളിറ്റിക്സിന്റെ ഒരു മറുവശത്ത് നിൽക്കുന്ന ആളാണ്. നമ്മളിതിന് മുൻപ് സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് പല വിഷയങ്ങളിലും താങ്കളുടെ അഭിപ്രായം ഹിന്ദുത്വ ഫോഴ്സസിന്റെ ഒരു ക്രിറ്റിസിസം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് അവരുമായി സമരസപ്പെട്ടോ? കാരണം താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണുന്നില്ല, ആ വിഷയത്തിൽ സൈലന്റ് ആയിരിക്കുന്നു. പല വിഷയങ്ങളിലും ഞാൻ അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഒരാളല്ല. ആർക്കുമായിട്ടും യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഒരാളല്ല. എൻ്റെ ഒരു ജോലി അതല്ല. ഓരോന്നിനും വെള്ളത്തരം.
എൻ്റെ ഒരു റോൾ അങ്ങനെ ഞാൻ കാണുന്നില്ല. ചില വിഷയങ്ങളിൽ ഉദാഹരണം പറഞ്ഞാൽ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഒരു 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 പിന്നെ ടെലിവിഷൻ ടെലിവിഷൻ ഇറ്റ്സ് നോട്ട് ഈവൻ ഒരു ഓർഡിനറി ആക്ടർ, ഓർഡിനറി റോൾ പ്ലെയർ, അയാളെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്തു. അതിനെതിരായിട്ടാണ് ഞാൻ ഒരുപാട് പ്രസ്താവനയൊക്കെ നടത്തിയത്, എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തത്. ഇറ്റ്സ് നോട്ട് അഗൻസ്റ്റ് ദി ഗവൺമെൻറ് ഓഫ് ദി പാർട്ടി, നോട്ട് അറ്റ് നെവർ. ഐ ഹവ് നെവർ യൂസ്ഡ് എനി പാർട്ടി ഇൻ മൈ റൈറ്റിംഗ് ഓർ അഗൻസ്റ്റ് പറയുന്നതിൽ ഒന്നും തന്നെ ഞാൻ ഒരു മനുഷ്യനും അവരെ പറ്റി നടത്തിയിട്ടില്ല ഒരിക്കലും. അവർ സ്വയം തീരുമാനിക്കുന്ന ഓരോന്ന്. അങ്ങനെ എന്നോട് ഒന്ന് ചാടി ഞാൻ എന്നെ ചന്ദ്രനിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ നല്ലത്, എത്രയും വേഗം ടിക്കറ്റ് തരിക, കൊച്ചുനാൾ വരെ ആഗ്രഹിക്കുന്നതാണ് ചന്ദ്രനിലൊന്ന് പോയി വരണമെന്ന്. അങ്ങനെ ഞാൻ തമാശയായിട്ട് അതിന് മറുപടി പറഞ്ഞുള്ളൂ. അവരിലും വിവരമുള്ളവർക്ക് എന്നോട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ വിവരം കെട്ടവരാണ് ഇതിൻ്റെ പ്രോബ്ലം. ഇല്ല മറ്റേ അദ്ദേഹം വന്നിട്ടുണ്ട്. അവരുടെ പേരെന്താണ്, മന്ത്രിയായ മുരളീധരൻ കണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു പൊളിറ്റിക്സും സംസാരിച്ചിട്ടില്ല. ഞാൻ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഒരു പൊളിറ്റിക്സിലും പെട്ട ആളല്ല.